എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ എവിടെ വന്നില്ലേ? അവിടെ തന്നെ, നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെയാണ്. ബട്ട് ഞാൻ ഇപ്പോൾ ഒരു കൂട് പോലെ ഉണ്ടാക്കി. നോർമലായിട്ട് ചുമ്മാ അങ്ങ് നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും വരും, അടിച്ച് കൊല്ലും. അതാണ് പരിപാടി. അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിച്ച് ഒരു വീട് പോലെ ഉണ്ടാക്കിയൊക്കെ നിൽക്കാമെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അടിച്ച് വന്നാലോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വീട് പോലൊക്കെ ഉണ്ടാക്കി എടുത്തു. ഓക്കെ, ഇനി ഇത് മൊത്തം മൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് മൊത്തം സ്ലാബ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. അല്ലല്ല ഗൈസ്, മൊത്തം ഒന്നും സ്ലാബ് വെച്ചല്ല, പക്ഷെ കുറച്ചൊക്കെ സ്ലാബ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഗൈസ്. ഓക്കെ, നമുക്കിനി ഇതെല്ലാം പൊട്ടിച്ച് മാറ്റാം. ഓക്കെ, ഞാൻ ഇതെല്ലാം പൊട്ടിച്ചു, ഇതും പൊട്ടിച്ച് മാറ്റാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇത് ഇങ്ങനെ ഇരുന്ന സ്ഥലമാണ്. ഞാനത് മൊത്തം കവർ ചെയ്തെടുത്ത് ഇങ്ങനെയുള്ള എല്ലാം ഞാൻ എടുത്തു. എൻ്റെ ഇവിടെ ഒറ്റൊരു ഇതാക്കി ഇത് നമുക്ക് ഒറ്റ ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞതിന് എപ്പിസോഡിൽ കുറച്ച് ഫുഡൊക്കെ ഒപ്പിക്കാൻ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. ഞാൻ പിന്നെ ഗെയിമിൽ കയറിയില്ല ഗൈസ്, അതുകൊണ്ടാണ് ഒന്നും ഇല്ലാത്ത ഇപ്പം എൻ്റെ കയ്യിൽ. പക്ഷേ ഇത് ഇത്ര ഉണ്ട്, ഞാൻ സ്മെൽറ്റ് ചെയ്തില്ലായിരുന്നു. ഇത് പിന്നെയും കിട്ടിയതാണെന്ന് തോന്നുന്നു ഗൈസ്, ഞാൻ ഓർക്കുന്നില്ല. അതേ കുക്കഡ് ഇതുണ്ട്. ഞാൻ ഒന്നും കളിച്ചില്ല, പിന്നെ വെച്ചിട്ട് കുറച്ചൊന്ന് കളിച്ചതേ ഉള്ളൂ, അല്ലാതെ ഞാൻ കളിച്ചില്ല. ഗെയിമിൽ ഞാൻ കയറിയില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഗോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അപ്പോൾ വില്ലേജ് കണ്ടുപിടിക്കാൻ മാത്രമല്ല, വില്ലേജ് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാനും കൂടെ പറ്റണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഗോള്. അപ്പോൾ വില്ലേജ് ഇരിക്കുന്നത് അങ്ങോട്ടാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നോക്കാം. ഇപ്പോൾ ഫുഡെല്ലാം ഒന്ന് സെറ്റാക്കാം. ഇപ്പം ഇതൊരു ചിക്കൻ പോകണം, ഇത് 2, 3, 4 ചിക്കൻ പോകണം. ചുമ്മാരെല്ലാം അടിച്ചോല്ല. മാരി പിന്നെ ഒറ്റയടിക്ക് തന്നെ വന്നോളൂ. ഇതിപ്പോൾ ചിക്കൻ പോകുന്നു, അടിക്കും. ഓക്കെ, ഇതെന്താ? ഇവിടെ കേവ് ഉണ്ട് കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇവരെ കൊണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് മറ്റേ ഫുഡൊക്കെ കുക്കായെന്ന് നോക്കാം. നമ്മൾ പിന്നെ നമ്മുടെ സ്കിന്ന് പിന്നെയും കൊണ്ടുവന്നു ഗൈസ്. അത് നമ്മൾ പിന്നെയും സ്കിന്ന് കൊണ്ടുവന്നു. ഇത് ഇവിടെ കുറേ കുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അവിടെ നിന്ന് കുക്കാവട്ടെ. ഇപ്പം എന്താ ഇങ്ങനെ കുക്ക് ചെയ്ത് ഒക്കെ എല്ലാം എടുത്ത് ഇവിടെ വെച്ചേക്കാം. സ്പേസ് ട്രിപ്പ് സ്റ്റോൺ ഇരിക്കുന്നു, പിന്നെ ഫെദറൊക്കെ. കോപ്പർ നമ്മുടെ കോപ്പർ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ കോപ്പർ അവിടെ സ്മെൽറ്റ് ചെയ്യാൻ ഇട്ടിട്ട് പോവാം. ഓക്കെ, ആ കോപ്പർ ഞാൻ അവിടെ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് ആ കോപ്പർ ഫുള്ളൊന്ന് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങോട്ടാണെന്ന്. അതിന് ഒരു കോർഡിനേറ്റ്സ് എഴുതുന്നത് 152 പിന്നെ 312 ഓക്കെ, അങ്ങോട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടല്ലേ? ഈ ഒരു സൈഡിലോട്ടാണെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ടിപ്പോൾ എങ്ങനെ കയറുമെന്ന് ചോദിച്ചാൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതിലേക്കൂടെയാണ് സംഭവം വരുന്നത്. ബെഡ് എടുത്തില്ല, ബെഡ് വേണം ചോദിച്ചാൽ. ബെഡില്ലെങ്കിൽ ചിലപ്പോൾ പണി. ഒരു സാരി ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ കുതിരയൊക്കെ ഞാൻ ടൈം ചെയ്തു നോക്കാം. ഓക്കെ, ടൈം ആവുന്നില്ലല്ലോ. ടൈമായി. ഇനി നമുക്ക് ഇവന് എങ്ങോട്ടെങ്കിലും ട്രാപ്പ് ചെയ്യണമല്ലോ, ഇറങ്ങി പോവാതിരിക്കാൻ. ഒരു കാര്യം ചെയ്യാം, നിൽക്കി അവിടെ ഒരു നോക്ക്. സോറി ബ്രോ. അയ്യോ ഗൈസ്, പണിയാവോ? ഹെൽത്ത് ഇച്ചിരി ഒന്ന് കുറഞ്ഞു. നമുക്ക് പിന്നെ ഫീഡ് ചെയ്യാൻ പറ്റുമോ? ഫീഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
ചാടിലുണ്ടാക്കാനുള്ള ഇല്ല ഇതിൻ്റെ അല്ലെങ്കിൽ ചാടിലുണ്ടാക്കിയിട്ട് അവൻ്റെ മേത്തിട്ടേന്. കാരണം ഈ കയറ്റം കുറച്ച് കിട്ടിയാണ്. ഇങ്ങോട്ടാണ് ആണല്ലോ അല്ലേ? ഇത് കയറണമെങ്കിൽ ഭയങ്കര പാടാട്ടോ. അപ്പം ഞാൻ ആ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നത്. ഞാൻ ഇങ്ങനെ കയറി വന്നതല്ലേ, ഇതിലെ കൂടി ഇങ്ങനെ കയറി വന്നതല്ലേ, ഇവിടെ 4 അയനുണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഞാൻ കണ്ടില്ല, ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല, ഇപ്പം പിന്നെ ശ്രദ്ധിച്ചു. ഇത് 8 എണ്ണം ഉണ്ട്. ഈ 8 കുറേ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കുറേ ഉണ്ട്. 1 2 അല്ലായിരുന്നല്ലോ. അപ്പം അവനൊരു സാഡിലുണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ അവനൊരു സാഡിലുണ്ടാക്കിയിട്ടേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഓക്കെ ഞാൻ എന്തായാലും എന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. എന്ത് സാഡിലൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇതായിരുന്നു വേറൊരു സ്പീഡ് ഭയങ്കര കുറവായി. ഇത് പുതിയൊരു കുതിരയായി. ഇവൻ നല്ല വഴിയിൽ ജമ്പും ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കുറവാണേ ഉള്ളൂ ഗൈസ്. കണ്ടോ ഇത്ര ഹൈറ്റിലേക്ക് ഇവൻ ജമ്പ് ചെയ്യുന്നു. ഇപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ ഇവനെ എടുക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ച്. ഓക്കെ, നമുക്ക് ഇനിയും ആ വില്ലേജ് കണ്ടുപിടിക്കാൻ പോയേക്കാം. ഞാനിത് ഒന്നുകൂടെ വരുന്നു. നമുക്കൊരു വില്ലേജ് അങ്ങ് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഈ കുതിര എടുത്തോണ്ട് ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഈ ഗൈസ് ഇത് വിചാരിച്ച പോലെ അല്ലായിരുന്നു. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഭയങ്കര പാടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, ഞാൻ ഇവിടെ വരെ വരും, എന്നിട്ട് ഇവിടുന്ന് കറങ്ങി അങ്ങ് പോകും. ഞാൻ വിചാരിക്കും ഇങ്ങോട്ടല്ലാന്ന്, എന്നിട്ട് ഞാൻ ഇവിടുന്ന് കറങ്ങി അങ്ങ് പോകും. അതായത് എൻ്റെ പരിപാടി. അയ്യോ, അങ്ങനെ എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് ആ വഴിയാണ് നാം വന്നത്. ഈ കുതിര എവിടെയെങ്കിലും കൊണ്ടിട്ടണം ഗൈസ്, സ്ട്രാപ്പ് ചെയ്യുക. പിന്നെ എൻ്റെ കോപ്പറിൻ്റെ ടൂൾസൊക്കെ ആക്കി ഞാൻ ഈ കുതിര ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇട്ടിട്ടെ ഒതുങ്ങിയിട്ട്. ഇതിപ്പോൾ എങ്ങോട്ടിട്ടാണ് എൻ്റെ കോപ്പറിൻ്റെ ആർമർ വെച്ചിട്ടുണ്ടാക്കി. എങ്ങോട്ടിട്ടാണ് ഇവനിങ്ങനെ ഇറങ്ങി ഓടും ഗൈസ്, അതാണ് പ്രശ്നം. എനിക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് സെറ്റാക്കാം. നല്ല ഐഡിയ. ഇങ്ങോട്ട് വരല്ലേ. കുതിരയ്ക്ക് 2 ബ്ലോക്ക് ചാടി കിടക്കാൻ പറ്റുമോ? അല്ല, നമ്മളില്ലാതെ പറ്റത്തില്ലല്ലോ ഇല്ലേ? ഓക്കെ, നമ്മളങ്ങനെ ഈ കുതിര ഇവിടെ കൊണ്ടെത്തിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ഭാഗം മൊത്തം അങ്ങ് അരിച്ച് പറക്കെടുക്കാം. ക്യാരറ്റ്, അടിപൊളി ക്യാരറ്റ്. അവിടെ നമ്മൾ ഒരു ട്രേഡർ റാമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊന്നപ്പോഴത്തേക്കിന് എനിക്ക് ലെതറും കിട്ടി, ഇച്ചിരി ലീഡ് കിട്ടിയിട്ടുണ്ട്. ലീഡ് മറ്റേ വാണ്ടറിങ് ട്രേഡർ ഇല്ലേ, അവനെ കൊന്നപ്പോൾ അവൻ്റെ ട്രേഡായിട്ട് വാട്ടർ ബക്കറ്റ് കൊടുക്കുവാണെങ്കിൽ 2 എണ്ണം എന്തോ തരാമെന്നൊക്കെ പറഞ്ഞു. പശുവിൻ്റെ അരച്ചിലാണ് കേട്ടോ അതൊക്കെ. ഓക്കെ, നമുക്ക് ഇതിനെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിയും മര്യാദയ്ക്ക് താഴോട്ട് പോയിട്ട് അവനെല്ലാം അവിടെ നിന്ന് കളക്ട് ചെയ്ത്. കണ്ടോ, നോമാർ ലൈബ്രറിയാണോ? ഇവിടെ കുറേയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാങ്ങ്. ഇതെന്തുവാ കുതിരയിൽ എങ്ങോട്ടൊക്കെ വന്നേക്കുന്നു? എനിക്കറിയത്തില്ല, ഷോ എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊന്ന് കളക്ട് ചെയ്യാം. ഈ ഹേബിൾ നമുക്ക് ഫുഡായിട്ട് അടിപൊളിയായിട്ട് യൂസ് ആവും. ബ്രെഡ് ഉണ്ടാക്കാമല്ലോ. സോറി ബ്രോ, ഞാൻ പിക്കാക്സിൻ്റെ ഒന്നും ഇതിലോട്ട് മൈൻഡ് ചെയ്തിട്ടില്ല. ഇതിവിടെ അകത്ത് കുറച്ച് ഹേബേലുണ്ട്. പശുവിൻ്റെ കുട്ടിയെ കണ്ടോ? ഇതാണ് പുതിയ അപ്ഡേറ്റിൽ വന്ന പശുവിൻ്റെ കുട്ടിയുടെ സ്കിൻ ടെക്സ്ചർ. ഇതെന്ത് ഇവിടെ കിടന്ന് നിരങ്ങുവാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ നമുക്ക് ഇനി താഴോട്ട് പോകണം. പയ്യെ
ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ബുദ്ധി. ബ്രൂയിങ് സ്റ്റാൻഡ് അല്ലേ ഇരിക്കുന്നത്? അയ്യോ നൈറ്റായി. ഇവിടെ ഒന്ന് ബ്ലോക്ക് ഉറങ്ങ്. ദയവായി ചന്ദ്രൻ പൊങ്ങി വന്നു, എനിക്ക് പോലും ഉറങ്ങുന്നില്ല. ഉറങ്ങ്. ഓക്കെ ഓക്കെ, ഉറങ്ങും. ഓക്കെ, ഉറങ്ങിയിട്ടുണ്ട്. ഇനി മര്യാദയ്ക്ക് ഇത് കൊടുത്ത് നേരെ ബാക്കിയുള്ള വീടും കൂടെ. ഇവിടെ ഒന്നും കിട്ടില്ലേ? ഇവിടെ മറ്റേ ഇങ്ങനൊക്കെ വീട് ഇതുണ്ട്. ഇതിൽ ഇടക്കൊക്കെ ഇരിക്കുന്നു. ഇവിടെ അയൻകോളം അവനെ പയ്യങ്ങ് തൂക്കണം. നോക്ക്, ബ്രെഡ് 3 ഓക്കെ. 2 സാപ്ലിങ് ഒക്കെ അല്ലല്ല, ചിലപ്പോൾ ആവശ്യം വരും. നമുക്ക് അവിടെ നട്ടു വെക്കാം. ഇവനെന്താ എന്നാ ഞങ്ങൾക്ക് തട്ടിയേക്കാം. എനിക്ക് പേടിയുണ്ട് ഇവനെ തട്ടിക്കുമോ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കേൾക്കാം. ആണോ കിട്ടി? ഓക്കെ, 3 അയൺ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. ചുമാരൊക്കെ തട്ടാം. എൻ്റെ പൊന്നോ, ബീട്രൂട്ട് വെച്ചേക്കുന്നു ഇവിടെ. ബീട്രൂട്ടിൻ്റെ ആവശ്യമില്ല. എന്നാലും ഈ പൊട്ടാറ്റോ കിട്ടിയിട്ടില്ല കേട്ടോ. പൊട്ടാറ്റോ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. എല്ലാം ഞാൻ എടുക്കും. ഇവിടുന്ന് എടുക്കാം ഗൈസ്. ഇല്ലാതൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. അപ്പം ഞാൻ ഇത് മൊത്തം ഇവിടുന്ന് ഒന്ന് എടുത്തിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യുക. ഒന്നുകൂടെ വരുന്നു. ഞാനങ്ങനെ ഇവിടെയുള്ള എല്ലാം തൂക്കിയിട്ടുണ്ട്. നമുക്ക് ഇനിയും അങ്ങ് പോവാം. പക്ഷെ ഇവിടെ എവിടെയോ ഞാൻ ഒരു ലാവ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് എവിടെയാണെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ ഇവിടെ എവിടെയോ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇവിടെ എവിടെയോ കണ്ട് ഒരു ലാവ. അതെന്തെങ്കിലും ആയിട്ടാ. നമുക്ക് ഇനിയും വരുമ്പോഴൊക്കെ കൊണ്ടുപോവാം. ഞാൻ അവിടെ അയങ്കാളത്തിനൊക്കെ കൊന്നല്ലോ. അങ്ങനെ ഓക്കെ, ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് അങ്ങ് പോയേക്കാം. അതിന് മുമ്പ് അയ്യോ എടാ, പിന്നെ ഓടിച്ചു ഞാൻ അവനെ. ഇങ്ങനെ ഇവന് ഫുഡ് കൊടുക്കുന്നതെന്ന് വല്ല അറിയാവോ? ഫുഡ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം, പക്ഷെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവൻ്റെ ഹെൽത്ത് പോയല്ലോ. കുഴപ്പമില്ല, കൊള്ളാതെ ചെയ്യണമായിരുന്നു. ഓക്കെ, ഞാൻ കുറച്ച് ഇതൊക്കെ കളക്ട് ചെയ്തു എൻ്റെ വീടൊക്കെ. ഇനി നമുക്ക് നേരെ ഒന്ന് പോയേക്കാൻ കഴിയും. എന്തായാലും ഞാൻ ഇനി അവിടെ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫെൻസ് ഉണ്ടാക്കണം കേസ് നമുക്ക്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ ഞങ്ങൾ ഓടി ഇങ്ങോട്ടെങ്കിലും പോവാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫെൻസ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അത് കുഴപ്പമില്ലല്ലോ. പിന്നെ ഇവിടെ വന്ന് ട്രേഡറിനെയൊക്കെ കൊന്നപ്പോൾ എനിക്ക് 2 ലീഡൊക്കെ കിട്ടി. അപ്പോൾ ഒരു ഫെൻസ് ഉണ്ടാക്കി ഞങ്ങൾ വെക്കാം ഇവിടെ. ഇങ്ങോട്ട് വരാൻ നേരം എനിക്കൊരു ഇത് കിട്ടുന്നില്ല കേട്ടോ. എന്താ ഇത് ഇങ്ങോട്ട് വെച്ച സെറ്റാവില്ല. ഇത് കുറച്ചുകൂടെ മാറ്റിയിട്ട് നമ്മുടെ ബീച്ചിൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് ഇനി അവനെ പോയി വിളിച്ചോണ്ടല്ലേ. ഇത് കണ്ടോ, ഇവന് ഇങ്ങോട്ടൊക്കെ അങ്ങ് വരുവാകെ. അപ്പോൾ ഇവന് ഇനി വരാം, വിളിച്ചോണ്ട് വരാം. വടക്കെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഉറങ്ങാം. നൈറ്റ് ആയില്ല. ഓക്കെ, ആവട്ടെ.
ഓക്കെ, അപ്പോൾ ഇവന് ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇനി അപ്പോൾ അടുത്ത ദൂരം അങ്ങോട്ടൊന്നും പോകത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണ്ടതായിട്ട് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. നൈറ്റ് ആവാത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ എടുത്ത് വെക്കാം. ഇവിടെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, എല്ലാം എടുത്ത് വെച്ചു. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് മെയിനായിട്ട് നല്ല അത്യാവശ്യമായിട്ട് കിട്ടിയത് ഈ ബെഡ് അധികം അത്യാവശ്യമില്ല. പക്ഷേ ക്യാരറ്റ് എനിക്ക് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു ഇവിടെ കൃഷി ചെയ്യാനേ. നമുക്ക് ഫുഡിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. അപ്പോൾ ക്യാരറ്റ് നല്ല അത്യാവശ്യമായിട്ട് വേണമായിരുന്നു, അത് കിട്ടി. പിന്നെ ബ്രൂയിങ് സ്റ്റാൻഡ് വേണ്ട സാധനമാണ്. ഇതിൽ ബ്രൂ ഒക്കെ ചെയ്യാമല്ലോ നമുക്ക് ഓരോന്ന്. അപ്പോൾ അത് ബ്രൂയിങ് സ്റ്റാൻഡ് കിട്ടി. പിന്നെ ഹേബിയിൽ കുറേ കിട്ടി. ഇത് വെച്ച് നമുക്ക് കുറേ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. 47 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഒന്ന്. പിന്നുള്ളത് ക്യാറ്റോറിന് ബീട്രൂട്ട് വലിയ അത്യാവശ്യമില്ല, പക്ഷെ കിട്ടി. ഓക്കെ, അയൺ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് കിട്ടിയതല്ല, ഇതിപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരം കിട്ടിയതാണ്. ഒരു സ്മോക്കർ കിട്ടിയിട്ടുണ്ട്. പൊട്ടാറ്റോ 2 എണ്ണം ഒരു വീടിൻ്റെ പെട്ടിക്കകത്തിരുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോൾ ഇവിടെ എല്ലാം ആയി. ഓക്കെ, കണ്ടോ, സെറ്റായില്ലേ? ഇപ്പോൾ നമുക്ക് വേണ്ട കുറേ ഐറ്റംസ് കിട്ടിയല്ലോ. ഇത് പൊട്ടിച്ച് ഇവിടെ വെക്കാം. ഓക്കെ, അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ കണ്ടോ ഈ. പക്ഷേ ഇപ്പോഴും എൻ്റെ ഈ ഒരു പെട്ടി നിങ്ങൾ കണ്ടല്ലോ, ഇതൊന്ന് നമുക്ക് നേരെയാക്കണം. അത് ഫസ്റ്റിൻ്റെ കാര്യം. ഇവിടെ എനിക്ക് ഒരു സ്റ്റാക്കും കൂടെ ക്യാരറ്റ് വേറെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോ, ഇതൊക്കെ നമുക്ക് വേണ്ടതാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കാം, ബ്രെഡ് ഉണ്ടാക്കാം. ഞാൻ എന്തായാലും മൊത്തം കൂടെ ബ്രെഡ് ആക്കുന്നില്ല. ഒരു 2 സ്റ്റാക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റാക്ക് ക്രാഫ്റ്റ് ചെയ്ത്. പിന്നെ വീറ്റ് ഇഷ്ടമാണോ? അല്ലല്ലോ, വരത്തില്ല. ഞാൻ വീറ്റ് ഇഷ്ടമായിരിക്കും, വരുമെന്ന് വിചാരിച്ചു. വരത്തില്ല. 45 എണ്ണം എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ 45 എണ്ണം ഉണ്ടാക്കാൻ പോകുന്നു. പിന്നെ ഇത് മൊത്തം ഇപ്പോൾ കൈ കൊണ്ട് നടക്കത്തില്ല. എൻ്റെ കുറച്ച് ഫുഡ് വേറെ ബാക്കിയുണ്ട്. അപ്പം അതൊക്കെ തീർന്നിട്ടേ ഞാൻ ഇത് എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ചുമ്മാ വേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ആക്കിയതും ഹേബേലും എല്ലാം ഇവിടെ എടുത്ത് വെച്ചേക്കാം. അയൺ കിട്ടിയിട്ടുണ്ട്, അതും കൂടെ സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം നമുക്കിവിടെ. ഇതല്ല, ഇതിൽ. ഓക്കെ, ഞാൻ അത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറേ ഐറ്റംസ് നമുക്ക് ഫുഡ് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് സ്മെൽറ്റ് ചെയ്യാനായിട്ട്. സ്മെൽറ്റ് അല്ല, കുക്ക് ചെയ്യാനായിട്ട്. അതൊക്കെ എന്തെങ്കിലും ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞോ? അത് കുറച്ച് കിട്ടിയായിരുന്നു, അതിനകത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. അതൊക്കെ ഇപ്പോൾ നമുക്ക് സ്മോക്കറിൽ വെച്ച് കുക്ക് ചെയ്യാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഒരു സ്ലാബ്, 2 സ്ലാബിങ്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ സ്മോക്കറിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് കുക്കായി കിട്ടും ഗൈസ്. ഇത് നല്ലതാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും. നമുക്കത് എല്ലാം കുക്കായി കിട്ടി, പെട്ടെന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഫെർനൈസ് ആണെങ്കിൽ കുറേ സമയം ഇരിക്കേണ്ട വരും. ഓക്കെ, നമുക്ക് 5 ലെവലായിട്ടുണ്ട്. ലെവലിലെ XP 17 ഇപ്പം തന്നെ നമുക്കായിട്ടുണ്ട്. അടിപൊളി. അയ്യോ, അങ്ങോട്ട് ഇത് മൊത്തം ഇപ്പം മെസ്സായിട്ടിരിക്കുവാണ് ഗൈസ്. നമുക്കിത് മറ്റേ ഇൻവെൻട്രി സോർട്ടർ എന്ന് പറഞ്ഞ ഒരു ഇതിടുവാണെങ്കിൽ പെട്ടെന്ന് എല്ലാം സെറ്റായിട്ട് കിട്ടും. ഞാൻ അത് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് ഇടണം കഴിച്ചു. ഓക്കെ, നമുക്കെന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ചങ്ങ് നിർത്തിയേക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.